അടുത്ത മാസം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരേക്ക് കാൽനടയായിട്ട് ഞാൻ തുടക്കം കുറിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ഒരു 4 വർഷം മുമ്പ് വരേക്ക് ആരും ഈ ഒരു കാര്യത്തിന് സംസാരിക്കാനില്ലായിരുന്നുണ്ടെങ്കിൽ 2025 ആയപ്പോഴേക്കും പല രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ പല ഉന്നതിയിൽ നിൽക്കുന്ന പല ആളുകളും ഇന്ന് നമുക്ക് ഇതിനു വേണ്ടിയിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി അതെല്ലാം അതിൻ്റെ അപ്പുറത്ത് എനിക്ക് ഈ യാത്രയുടെ മറ്റൊരു ഉദ്ദേശം കൊണ്ടുണ്ട്. ഡ്രഗ് ഉപയോഗിച്ചിട്ടുള്ള കുട്ടികളെ നമുക്ക് സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരണം. കാരണം അതിന് പല രൂപത്തിലും കുട്ടികളെ കാണുമ്പോൾ, അങ്ങനത്തുള്ള കുട്ടികളെ കാണുമ്പോൾ നിങ്ങൾ ഒരു മോശക്കാരനാണെന്നുള്ളൊരു ചിന്താഗതി പല ആളുകളുടെ ഇടയിലുണ്ട്. അപ്പോൾ അതെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഡ്രഗ് ഉപയോഗിച്ചിട്ട് അതിന് അഡിക്റ്റ് ആയിട്ടുള്ള കുട്ടികളെ അല്ലെങ്കിൽ അതിൽ നിന്നും വിമുക്തിയായിട്ടുള്ള കുട്ടികളെ നമുക്ക് സമൂഹത്തിൻ്റെ ഇടയിലേക്ക് നമുക്ക് കൊണ്ടുവരേണ്ടത് വളരെ അനിവാര്യമാണ്. കാരണം പല ആളുകൾ ഇപ്പം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, കാരണം സമൂഹം ഞങ്ങൾ അംഗീകരിച്ച് തരുന്നില്ല എന്ന് പല കുട്ടികളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ യാത്ര കൊണ്ട് മറ്റൊരു ഉദ്ദേശം കൂടെ ഉണ്ട്. ഡ്രഗ് ഉപയോഗിച്ചൊരു വ്യക്തിക്ക് പിന്നീട് നല്ലൊരു ജീവിതം ജീവിച്ച് തീർക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഒരു പക്ഷേ ആളുടെ ശരീരം മൊത്തത്തിൽ അതിൽ നിന്ന് നിർത്തുമ്പോൾ മൊത്തത്തിൽ അത് ഒരു ഡ്രഗ് ഉപയോഗിക്കുന്ന ആളുകൾക്കിടയിലുള്ള ഒരു പരസ്യമാണ്. ഇത് പെട്ടെന്ന് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ആൾ ശാരീരികമായിട്ട് മാനസികമായിട്ട് തളർന്നു പോകുന്നവരെ പല രൂപത്തിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ചിന്താഗതികളിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ടാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അത് എത്ര കിലോമീറ്റർ ഉണ്ടെന്നോ ഏത് ഭാഗത്തൂടെ പോകുന്നില്ലെന്നല്ല, ഞാൻ ഓരോ ഉൾഗ്രാമങ്ങളും കവർ ചെയ്തുകൊണ്ട് എന്നെയും കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ എഫേർട്ട് ഞാൻ ഇതിനുവേണ്ടി എടുക്കുന്നുണ്ട്. കുട്ടികളെ നിങ്ങൾക്ക് ഇതിലേക്ക് നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്ന് സമൂഹത്തിന് മുന്നിലേക്ക് എത്തിക്കണം. എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ഈ വാക്ക് എത്ര നേരമെങ്കിലും 10 മിനിറ്റ് ആണെങ്കിൽ 10 മിനിറ്റ് നിങ്ങൾക്ക് കേൾക്കാൻ തയ്യാറായതിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു.